മരണത്തിൻ താഴ്വരയിൽ മരണത്തിൻ താഴ്വരയിൽ അവനൊരുവൻ എനിക്കിടയൻ, അവനൊരുവൻ എനിക്കിടയൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം 10-ാം വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് ശൗലിനെ ദൈവം തള്ളിയപ്പോൾ അടുത്ത രാജാവായി ദൈവം കണ്ടത് ഇശായിയുടെ ഭവനത്തിൽ ദാവീദിനെയാണ്. കൊമ്പിൽ തൈലം നിറച്ച് ഇശായിയുടെ ഭവനത്തിൽ ശൗമേൽ പ്രവാചകൻ എത്തുമ്പോൾ ദാവീദ് ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലായിരുന്നു. തന്നേക്കാൾ പ്രായമുള്ളവരും ലോകപരിചയമുള്ള ജ്യേഷ്ഠന്മാർ ഉണ്ടായിട്ടും അവരൊക്കെ ഭവനത്തിൽ നിൽക്കെ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ആടുകളുമായി തന്നെ അയച്ച മാതാപിതാക്കൾ തന്നെ കൈവിട്ടു. എന്നാൽ ആ സാഹചര്യത്തിൽ യഹോവ എന്നെ ചേർത്തു എന്നാണ് സങ്കീർത്തകൻ പറയാൻ ശ്രമിക്കുന്നത്. തൻ്റെ ഹൃദയത്തിൻ്റെ നിരാശയിൽ തനിക്കുണ്ടായ അനാഥത്വവും നിസ്സഹായ അവസ്ഥയും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ ആശ്രയമായി സങ്കീർത്തകൻ കാണുന്നു. എല്ലാവരും ഉപേക്ഷിച്ചാലും ദൈവം ചേർത്തുകൊള്ളുമെന്നുള്ള ധൈര്യം ദാവീദിനുണ്ടായിരുന്നു. പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിൽ നമ്മെ സ്നേഹിക്കും കരുതുമെന്ന് വിചാരിക്കുന്നവർ നമ്മെ മറന്നു കളഞ്ഞാലും നമ്മെ ഓർമ്മയുള്ള കർത്താവ് നമുക്കുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികൾ തുറന്നു തരുവാൻ അവൻ മതിയായവനാണ്. അവനിൽ നമുക്ക് ശരണം പ്രാപിക്കാം. ഈ ലോകത്തിലെ സകല ആശ്രയങ്ങളും മാറിപ്പോയാലും ദൈവത്തിൽ നാം ശരണപ്പെട്ടാൽ അത് എന്നും നിലനിൽക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ ശരണപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ ദിനംപ്രതി എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.